വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ദി ഹങ്കർ ട്രാവലർ. ഇന്ന് നല്ല രീതിയിൽ എങ്ങനെ ഒരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ എല്ലാ വിധത്തിലുള്ള ട്രിക്സ് ആൻഡ് ടിപ്സും നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ 1.5 കപ്പ് ബസ്മതി റൈസ്, ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കണം. അതിനുശേഷം ഒരു നോൺ സ്റ്റിക്ക് പാനിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ നമുക്ക് ഉപയോഗിക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ അതിനകത്തേക്ക് ഒഴിക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ഇത് 20 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം 5 മിനിറ്റ് വെള്ളം വാലാനായിട്ട് സ്ട്രെയിനറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ സ്റ്റെപ്പ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അരി കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇതിലത്തെ വെള്ളം മുഴുവൻ നമ്മൾ ഇതിനകത്തിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് കളയാണ്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ അരിയുടെ നിറം മാറിപ്പോവാൻ പാടില്ല. അപ്പോൾ മാക്സിമം ഒരു 3 മിനിറ്റൊക്കെ നമ്മൾ ഇതിനകത്ത് വറുത്തെടുത്താൽ മതിയാവും. കാരണം ഇത് ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ അത് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു 3 മിനിറ്റ് ഇത് വഴറ്റിയെടുക്കാം. അരി വറുത്തിട്ട് നമ്മളവിടെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു വലിയ ഒരു പാത്രത്തിൽ അരി വേവിക്കാനായിട്ടുള്ള വെള്ളം വയ്ക്കുകയാണ്. ഇതിനകത്ത് നിറച്ച് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ നല്ലോണം അരി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം എടുക്കാൻ. അതിലേക്ക് 2 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ വേറെ ഓയിൽ ഒഴിക്കേണ്ട, കാരണം നമ്മൾ അരി വറുത്തത് തന്നെ ഓയിലിലാണ് വറുത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ എണ്ണ മതിയാവും ഈ അരി ഒട്ടിപ്പിടിക്കാതെ നമുക്ക് വെന്ത് കിട്ടാനായിട്ട്. അരി ഇട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് അരി ഇടേണ്ടത്. അതിനുശേഷം അരി നന്നായിട്ട് തിളച്ച് വരുമല്ലോ, ആ സമയത്ത് നമുക്കതൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് കുക്ക് ചെയ്യാം. ഈ ഫ്രൈഡ് റൈസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അരിയുടെ വേവ് തന്നെയാണ്. അരി കറക്റ്റായിട്ട് വേവിച്ചാൽ മാത്രമേ നമ്മുടെ ഫ്രൈഡ് റൈസ് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുള്ളൂ. അപ്പം ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പം നന്നായി കുതിച്ച് വരുന്നുണ്ട്. ഇത് 75-80% വേവ് ആകുമ്പോൾ തന്നെ നമ്മൾ ഊറ്റി വെക്കണം. കാരണം ഫ്രൈഡ് റൈസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരിയുടെ വേവ് വളരെ കറക്റ്റായിരിക്കണം. 20 മിനിറ്റ് നമ്മൾ കുതിർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ നോക്കി നിൽക്കി അത് ചിലപ്പോൾ വെന്തോന്ന് വരും. ഇവിടെ ഞാൻ എക്സാക്ട്ലി 8 മിനിറ്റ് ഈ അരി വേവിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ അരി ഇവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇതൊരു സ്ട്രെയിനറിൽ വെച്ചിരിക്കുകയാണ്. ഇത് ഫാനിൻ്റെ ചോട്ടിൽ വെക്കാം. ഇവിടെ പലരും പറയുന്നത് കണ്ടിട്ടുണ്ട്, ഇത് ചൂടാറിയ ശേഷം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഉണ്ടാക്കിയാൽ കൂടുതൽ ടേസ്റ്റാണെന്ന്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇത് നന്നായിട്ട് ഊറ്റിയിട്ട് ഫാനിൻ്റെ അടിയിൽ ഒന്ന് തണുക്കാനായിട്ട് വെച്ചു. എന്നിട്ട് നമ്മൾ ഒരു പ്ലേറ്റിൽ നന്നായിട്ട് പരത്തിയിടാണ് ചെയ്തത്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ആക്ച്വലി ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് തലേ ദിവസത്തെ റൈസ് എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഈ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്ന റെസിപ്പി തന്നെ വന്നത്. പക്ഷെ നമ്മളിവിടെ വേവിച്ച ഉടനെ ഒന്ന് ചൂടാറിയതിന് ശേഷം തന്നെയാണ് നമ്മളിവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അരി പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കും. ഇങ്ങനെ ചെയ്താലും ഒട്ടിപ്പിടിക്കില്ല, കാരണം നമ്മളിപ്പോൾ കറക്റ്റ് വേവിലാണ് റൈസ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഒരു വലിയൊരു ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടാക്കാൻ വയ്ക്കുകയാണ്. അതിലേക്ക് ഇതേപോലെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് ചൂടായിട്ട് വരട്ടെ. അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം. മുട്ട കഷ്ണങ്ങൾ ഇത്തിരി വലുപ്പത്തിൽ കിടക്കുന്നത് കൂടുതൽ ടേസ്റ്റ് കൊടുക്കും, കാണാനും ഒരു ഭംഗിയുണ്ടാകും. അപ്പോൾ മാക്സിമം ചിക്കിയെടുക്കുമ്പോൾ കുറച്ച് വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് ചിക്കിയെടുക്കാൻ ശ്രദ്ധിക്കാം. അതിനുശേഷം ഇത് നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ വീണ്ടും 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് വരുമ്പോൾ പച്ചക്കറികൾ ഇടണം. ഇനി അതിന് മുമ്പ് ഒരു 3 വെളുത്തുള്ളി കുഞ്ഞതായിട്ട് അരിഞ്ഞത് ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 30 സെക്കൻഡ് വഴറ്റാം. ബ്രൗൺ കളർ ആവാൻ നിൽക്കരുത്. അതിന് ശേഷം 1/4 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് ബീൻസ്, 1/4 കപ്പ് ക്യാബേജ്, ഇതൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. പച്ചക്കറികൾ അധികം വെന്ത് പോകാൻ പാടില്ല. അപ്പോൾ ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ മാക്സിമം 1 മിനിറ്റ് ഇത് വഴറ്റിയാൽ മതിയാവും. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിനകത്ത് ചേർക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ആദ്യം സോസ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിവിടെ ആദ്യം റൈസ് ചേർത്തിട്ട് ആണ് ഇതിൻ്റെ ഒപ്പം സോസ് ചേർക്കുന്നത്. അതായത് 2 സ്പൂൺ നമ്മുടെ റെഡ് ചില്ലി സോസും ചേർത്തിട്ടുണ്ട്, 1 സ്പൂൺ
സോയ സോസ് ചേർത്തിട്ടുണ്ട്. ഞാൻ ഡാർക്ക് സോയ സോസ് ആയതുകൊണ്ട് 1 സ്പൂൺ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ലൈറ്റ് സോയ സോസ് ആണെങ്കിൽ 2 സ്പൂൺ ചേർക്കാവുന്നതാണ്. ഇനി ഇത് മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾക്ക് ഒരു വുഡൻ സ്പാച്ചുല വെച്ചിട്ട് വേണം ഇത് മിക്സ് ആക്കാനായിട്ട്. സ്റ്റീൽ സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കുകയാണെങ്കിൽ റൈസ് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ് വൈറ്റ് കളറിലാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ബ്ലാക്ക് പെപ്പറിന് പകരം വൈറ്റ് പെപ്പർ ഉണ്ടല്ലോ, അത് ചേർക്കാവുന്നതാണ്. അതേപോലെ ടൊമാറ്റോ സോസിൻ്റെ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 1 സ്പൂൺ ടൊമാറ്റോ സോസും ഇതിനകത്ത് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ വേറെ ചേർത്തിട്ടില്ല. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അരി പൊട്ടിപ്പോവാതെ നോക്കണം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഫ്രിഡ്ജിലൊന്നും ഞാൻ വെച്ചിട്ടില്ല റൈസ്, പക്ഷേ വളരെ കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചിക്കനാണ് വേണ്ടതെന്ന് വെച്ചാൽ ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ടുള്ള ചിക്കൻ ഇതിനകത്ത് പിച്ചിയിട്ടാൽ മതി. ഏറ്റവും അവസാനം ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇടുന്നുണ്ട്. ഈ സ്റ്റെപ്പ് മിസ്സാക്കരുത്. സ്പ്രിംഗ് ഓണിയൻ നമ്മുടെ ഫ്രൈഡ് റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നതാണ്. അതേപോലെ ഫ്രൈഡ് റൈസ് എപ്പോഴും ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, എന്നാലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ഇതേ രീതിയിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.